ദേവികുളം എം.എൽ.എ രാജയ്ക്ക് തുടരാമെന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവ് വരികയാണ്. ഹൈക്കോടതി വിധി ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വിജയം ശരിവെക്കുന്നു സുപ്രീം കോടതി. ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തത്. തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെയാണ് എ രാജ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ അപ്പീലിലാണ് ഇപ്പോൾ എ രാജയ്ക്ക് തുടരാമെന്നുള്ള സുപ്രീം കോടതിയുടെ വിധി വരുന്നത്. തെരഞ്ഞെടുപ്പ് വിജയം സുപ്രീം കോടതി ശരിവെക്കുമ്പോൾ സ്വാതി സന്തോഷ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സ്വാതി, ഹൈക്കോടതി വിധിക്കെതിരായ നിയമ പോരാട്ടമായിരുന്നു. സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെ? ഇപ്പോൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിട്ടുള്ള ഹൈക്കോടതി വിധി റദ്ദാക്കിക്കൊണ്ട് അതിനെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ദേവികുളം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എ രാജയ്ക്ക് പട്ടിക വിഭാഗം സീറ്റിൽ മത്സരിക്കാൻ യോഗ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതി വിധിയെ റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇത് രാജയെ സംബന്ധിച്ച് പൂർണ്ണമായും ഒരു ആശ്വാസം നൽകുന്ന വിധി തന്നെയാണ്. ഈ ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ ഫലം റദ്ദാക്കിയതിനെ എ രാജ എം.എൽ.എ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ഇപ്പോൾ വിധി പറഞ്ഞപ്പോൾ സംവരണ സീറ്റിൽ മത്സരിക്കാൻ രാജയ്ക്ക് യോഗ്യത ഇല്ലെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു 2023 മാർച്ച് 20-ന് ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയിരുന്നത്. എന്നാൽ നേരത്തെ തന്നെ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതി ഇടക്കാല സ്റ്റേയും നൽകിയിരുന്നു. മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാറിലേക്ക് കുടിയേറിയ ഹിന്ദു വിഭാഗക്കാരായ മാതാപിതാക്കൾക്കുണ്ടായ മകനാണ് തന്റെ പിതാവെന്നായിരുന്നു രാജ അന്നും സുപ്രീം കോടതിയിൽ വാദിച്ചത്. അക്കാര്യം തന്നെ ഇന്നും സുപ്രീം കോടതി ഈ വാദം നടക്കുന്നതിനിടെ രാജ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 1950 മുമ്പ് കുടിയേറിയതിനാൽ തന്നെ ഈ സംവരണത്തിന് അർഹതയുണ്ടെന്ന് ഇപ്പോൾ രാജ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. രാജയുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെ മുഴുവൻ കുടുംബവും ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയതിനാൽ പട്ടികജാതി സംവരണത്തിന് അർഹതയില്ലെന്നായിരുന്നു UDF സ്ഥാനാർത്ഥി D. കുമാറിന്റെ മറുവാദം. എന്നാൽ വിധിയിൽ ഇപ്പോൾ സന്തോഷമുണ്ട് എന്നുള്ള പ്രതികരണം നടത്തിക്കൊണ്ട് ഇപ്പോൾ രാജയടക്കം രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. CPM MLA എന്ന നിലയിൽ തന്നെ ഇതുവരെ എല്ലാ ആനുകൂല്യങ്ങളും MLA എന്ന നിലയ്ക്കുള്ള ഇതുവരെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും രാജ്യക്ക് നൽകണം എന്നുള്ളതും ഇപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ജയം ശരിവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിധി. പറഞ്ഞോളൂ സ്വാതി, പറഞ്ഞോളൂ. ഇതിൽ ഏറ്റവും പ്രധാനം സ്വാതി പറഞ്ഞതുപോലെ തന്നെ ഈ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അതാണ് ഈ കേസിന് ആധാരമായ സംഭവം തന്നെ. രാജ ഹാജരാക്കിയ തെളിവുകളിലൊക്കെയും സുപ്രീം കോടതി അനുകൂലമായി നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് അസിത. ഈ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് നേരത്തെ ഈ കോൺഗ്രസിന്റെ MLA കൂടിയായിരുന്ന D. കുമാർ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അന്ന് ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ തന്നെ ഈ സംവരണ സീറ്റിൽ മത്സരിക്കാൻ അല്ലെങ്കിൽ മത്സരിക്കാൻ അർഹതയില്ല അല്ലെങ്കിൽ അയോഗ്യനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അന്ന് ഹൈക്കോടതി ഇതിനെ D. രാജയുടെ വാദത്തെ ശരിവെച്ചുകൊണ്ട് അത്തരത്തിൽ സ്റ്റേ അനുവദിച്ചത്. അതിന് പിന്നാലെയാണ് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രാജ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും പൂർണ്ണമായും തനിക്ക് ആശ്വാസം നൽകുന്ന ഒരു വിധി ഉണ്ടായി എന്നുള്ളത് ഇപ്പോൾ രാജയടക്കം പ്രതികരണവുമായി രംഗത്ത് വരുന്ന സാഹചര്യം കൂടിയുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അന്നും പറഞ്ഞിരുന്നത് തമിഴ്നാട്ടിൽ നിന്നും മൂന്നാറിലേക്ക് കുടിയേറി പാർത്തിട്ടുള്ള വിഭാഗക്കാരാണ് തന്റെ മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ ഈ സംവരണ സീറ്റിൽ മത്സരിക്കാൻ താൻ യോഗ്യനാണ് എന്ന് നിരവധി തവണ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ടായി കോടതിയിൽ. ആ വാദത്തെ പൂർണ്ണമായും സുപ്രീം കോടതി കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ആരോപണം പ്രധാനമായും രാജയുടെ കുടുംബാംഗങ്ങളൊക്കെയും ക്രൈസ്തവ മതം സ്വീകരിച്ച് ആ മതത്തിലേക്ക് മാറിയവരാണ് എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സംവരണത്തിന് ആനുകൂല്യമില്ല, അവകാശമില്ല എന്നുള്ളതായിരുന്നു. എന്തൊക്കെയായിരുന്നു എ രാജയുടെ വാദങ്ങളായി കോടതിയിൽ വന്നത് സ്വാതി? നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ D. കുമാറിന്റെ വാദം എന്ന് പറയുന്നത് ഈ സംവരണത്തിന് അർഹതയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാജയുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെ മുഴുവൻ കുടുംബവും ക്രിസ്തു മതത്തിലേക്ക് മാറിയതിനാൽ തന്നെ ഈ പട്ടികജാതി സംവരണത്തിന് അർഹതയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥി D. കുമാർ വാദം ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇതിന് മറുപടിയായി ഹൈക്കോടതിയിൽ പറഞ്ഞ അതേ വാദം തന്നെയാണ് ഇന്ന് സുപ്രീം കോടതിയിലും ഈ രാജ ഉന്നയിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്നും മൂന്നാറിലേക്ക് കുടിയേറിയ ഹിന്ദു വിഭാഗക്കാരായ മാതാപിതാക്കൾക്ക് ഉണ്ടായ മകനാണ് തന്റെ പിതാവ്. അതുകൊണ്ട് തന്നെ ഈ സീറ്റിൽ തന്നെ ഈ സീറ്റുമായി ബന്ധപ്പെട്ട് തന്നെ അസാധുവാക്കാനുള്ള ഒരു കാരണവും
ഇല്ല എന്ന സുപ്രീം കോടതിയിൽ കൃത്യമായി വാദിക്കുന്ന സാഹചര്യമുണ്ടായി. സംവരണ സീറ്റിൽ മത്സരിക്കാൻ താൻ യോഗ്യനാണ് എന്ന് തന്നെയാണ് സുപ്രീം കോടതിയിലും പറഞ്ഞത്. ഇത് തന്നെ നേരത്തെ ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോഴും ഹൈക്കോടതിയിലും ഇതേ വാദം തന്നെ രാജ ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. 2023 മാർച്ച് 20-നാണ് ഹൈക്കോടതി ഈ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കി വന്നത്. ശരി, എന്നാൽ ശരി, നേരത്തെ സ്വാതി, തുടരും.